എവ്രി വൺ. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിൻ്റെ 15th പാർട്ടാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീവേജ് കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓൾറെഡി BODയുടെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷനും ബേസിക് ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ പ്രോബ്ലം ഒക്കെ വന്നാൽ നമുക്ക് എങ്ങനെ ചെയ്യാം, സിമ്പിളായിട്ടുള്ള BODയുടെ പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു BOD എന്ന് പറയുന്നത് ബയോഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഓക്സിജനാണ് ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ബാക്ടീരിയ എത്രത്തോളം ഓക്സിജനെ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് BOD ഈസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് ഇൻ ദ പ്രോസസ് ഓഫ് ബയോളജിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് ദ വേസ്റ്റ് വാട്ടർ. ബയോളജിക്കൽ ഡീകമ്പോസിഷൻ നടത്തണമെങ്കിൽ ഒബ്വിയസ്ലി അത് ബയോഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, COD അല്ലെങ്കിൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡീഗ്രേഡബിളും നോൺ ബയോഡീഗ്രേഡബിളും ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഡീകമ്പോസ് ചെയ്യുന്നതിനുള്ള വാല്യൂ ആണ് BOD എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ മാത്രമേ ഡിഗ്രേഡ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അതായത് എത്ര ഓക്സിജൻ ഡിമാൻഡ്, എത്ര ഓക്സിജൻ കൺസ്യൂം ചെയ്തു. അപ്പോൾ ഇത് എക്സ്പെരിമെൻ്റലി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ടെസ്റ്റ് സാമ്പിൾ എടുക്കും, അതിൻ്റെ വോളിയം നമുക്ക് അറിയാവുന്നതായിരിക്കും. അതിനകത്ത് എയറേറ്റഡ് വാട്ടർ സാമ്പിൾ ആഡ് ചെയ്യും. എയറേറ്റഡ് വാട്ടർ സാമ്പിളിനെ നമ്മൾ ബ്ലാങ്ക് എന്നും പറയാറുണ്ട്. ആ വാട്ടർ സാമ്പിളിനെ ആഡ് ചെയ്യും. ബിക്കോസ് നമുക്ക് എയറോബിക് ആയിട്ടുള്ള ബയോളജിക്കൽ ഡീകമ്പോസിഷനാണ് നമുക്ക് ആവശ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഓക്സിജൻ കൺസ്യൂം ചെയ്തത് എത്രയാണെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എയറേറ്റഡ് വാട്ടർ സാമ്പിളിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇനിഷ്യലി അതിനകത്ത് ഉള്ള ഡൈല്യൂട്ടഡ് സാമ്പിളിനകത്തുള്ള ഓക്സിജൻ, ഡിസോൾവ്ഡ് ഓക്സിജൻ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഇതിൽ റിയാക്ഷൻ നടക്കാനായിട്ട് നമ്മളൊരു ഇൻക്യുബേഷൻ പീരീഡ് കൊടുക്കും. അതാണ് ഈ 5 days. സ്റ്റാൻഡേർഡ് BOD നമ്മൾ കണ്ടുപിടിക്കുന്നത് അറിയാമല്ലോ, 5 daysലാണ് കണ്ടുപിടിക്കുന്നത് അറ്റ് 20 degree Celsius. ഈ 5 days കഴിഞ്ഞ് പിന്നെയും ഡിസോൾവ്ഡ് ഓക്സിജൻ എത്രയുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഒബ്വിയസ്ലി ആദ്യമേ ഉണ്ടായിരുന്ന ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇനിഷ്യലാണ്. അതാണ് DOI എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഫൈനലായിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എത്ര ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ടെന്ന് നോക്കും. അത് ഡിസോൾവ്ഡ് ഓക്സിജൻ ഫൈനൽ. ഒബ്വിയസ്ലി ഡിസോൾവ്ഡ് ഓക്സിജൻ ഇനിഷ്യൽ വിൽ ബി ഗ്രേറ്റർ ദാൻ ഡിസോൾവ്ഡ് ഓക്സിജൻ ഫൈനൽ, ബിക്കോസ് ഈ 5 ദിവസം കൊണ്ട് ഓക്സിജൻ യൂസ് ചെയ്ത് ബാക്ടീരിയാസ് അതിനകത്തുള്ള ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എത്ര ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്തു എന്നുള്ളതിൻ്റെ മെഷറാണ് എത്ര ഓക്സിജൻ ഈ ബാക്ടീരിയാസ് കൺസ്യൂം ചെയ്തു എന്നുള്ളത്. അപ്പോൾ BOD എന്ന് പറയുന്നത് ഇനിഷ്യൽ ഡിസോൾവ്ഡ് ഓക്സിജൻ മൈനസ് ഫൈനൽ ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ്. അപ്പോൾ എക്സ്പെരിമെൻ്റലി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 300 ml സൈസുള്ള ബോട്ടിലാണ്. ഇതിനെ നമ്മൾ ഒരു ഇൻക്യുബേഷൻ ചേമ്പറിലാണ് ഇത് വെക്കുന്നത്. ഒരു ഡാർക്ക് റൂമിലാണ് വെക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഡാർക്ക് റൂമിൽ വെച്ചിട്ടില്ലെങ്കിൽ ഇതിനകത്ത് ഒബ്വിയസ്ലി ബയോളജിക്കലായിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോസിന്തസിസ് ഉണ്ടാവുകയും, ഫോട്ടോസിന്തസിസ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത് ഓക്സിജനാണ്. അപ്പോൾ നമ്മൾ ഫൈനൽ ഡിസോൾവ്ഡ് ഓക്സിജൻ കണക്കാക്കുമ്പോൾ ഈ ഫോട്ടോസിന്തസിസ് വഴി പുതിയതായിട്ട് ഫോം ചെയ്ത ഡിസോൾവ്ഡ് ഓക്സിജനും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ഫൈനൽ ഡിസോൾവ്ഡ് ഓക്സിജൻ നമ്മുടെ കൂടുതലായിരിക്കും. ഫൈനൽ ഡിസോൾവ്ഡ് ഓക്സിജൻ കൂടുതൽ. BOD എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഡിസോൾവ്ഡ് ഓക്സിജൻ ഇനിഷ്യൽ മൈനസ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഫൈനലാണ്. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന ഡിസോൾവ്ഡ് ഓക്സിജൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന BOD എന്ന് പറയുന്നത് ആക്ച്വലിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഉള്ളത്. അപ്പോൾ എക്സ്പെരിമെൻ്റലായിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളൊരു ടെസ്റ്റ് സാമ്പിൾ എടുക്കും. അതായത് ഏത് സീവേജിനാണ് നമുക്ക് BOD ടെസ്റ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു XML ഓഫ് സാമ്പിൾ നമ്മൾ എടുക്കുന്നു. അതിനകത്തേക്ക് നമ്മളൊരു എയറേറ്റഡ് വാട്ടർ ഒരു സ്പെസിഫിക് എമൗണ്ടിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനെ ബ്ലാങ്ക് എന്ന് പറയുന്നത് YML ആഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് ഡൈല്യൂട്ടഡ് സാമ്പിൾ ഓഫ് EZML കിട്ടുന്നു. Z എന്ന് പറയുന്നത് X+YML ആയിരിക്കും ഒബ്വിയസ്ലി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും പറഞ്ഞാൽ ഒരു 300 ml ബോട്ടിലിലാണ് നമ്മൾ ചെയ്യുന്നത്. 300 ml
ബോട്ടിലാണ് ചെയ്യുന്നത്. സോ ഫൈനൽ നമ്മുടെ ഡൈല്യൂട്ടഡ് സാമ്പിളിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കണം? 300 ml ആയിരിക്കണം. അതായത് ഇസഡിൻ്റെ വാല്യൂ വന്നിട്ട് 300 ml ആയിരിക്കണം നമ്മൾ എക്സ്പെരിമെൻ്റലി എപ്പോഴും ചെയ്യുമ്പോൾ. 250 ml ഉണ്ട്, യൂഷ്വലി യൂസ് ചെയ്യുന്നത് 300 ml ആണ്. അങ്ങനെ ഈ ഡൈല്യൂട്ടഡ് സാമ്പിളിനെ നമ്മൾ ഇൻക്യുബേഷന് വേണ്ടിയിട്ട് ഒരു ഡാർക്ക് റൂമിൽ വെക്കും. 5 ദിവസം 20 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് വെക്കും. അതിനുശേഷം നമ്മുടെ BOD അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പർട്ടിക്കുലർ ടൈം T എന്ന് പറയുന്നത് ഇനിഷ്യൽ ഡിസോൾവ്ഡ് ഓക്സിജൻ മൈനസ് ഫൈനൽ ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻറ്റു ഒരു ഡൈല്യൂഷൻ ഫാക്ടറാണ്. ഡൈല്യൂഷൻ ഫാക്ടർ ചെയ്യാനുള്ള കാരണം എന്താണ്? ഒബ്വിയസ്ലി നമ്മുടെ ടെസ്റ്റ് സാമ്പിൾ, ഒറിജിനൽ ആയിട്ടുള്ള ടെസ്റ്റ് സാമ്പിൾ അല്ല നമ്മൾ BOD കണ്ടുപിടിക്കുക. അതിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ BOD കണ്ടുപിടിക്കുന്നത്. സോ ഇറ്റ് ഹാവ് ടു ബി മൾട്ടിപ്ലൈഡ് ബൈ എ ഡൈല്യൂഷൻ ഫാക്ടർ. ഈ ഡൈല്യൂഷൻ ഫാക്ടർ എന്താണെന്ന് നോക്കാം. ഡൈല്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ ഡൈല്യൂട്ടഡ് സാമ്പിൾ divided by initial volume of the sample ആണ്. വോളിയം ഓഫ് ദ ഡൈല്യൂട്ടഡ് സാമ്പിൾ ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വോളിയം ഓഫ് ദ ടെസ്റ്റ് സാമ്പിൾ ആണ്. ഡൈല്യൂട്ടഡ് സാമ്പിളിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മുടെ ഇസഡ് ആണ്. ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു? എക്സ് ആണ് ഉണ്ടായിരുന്നത്. ഇസഡ് നമുക്ക് ഓൾറെഡി അറിയാം 300 ml ആണ്. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യനും അത് 300 ml തന്നെയായിരിക്കും. എക്സ് ക്വസ്റ്റ്യനിൽ പറയുന്ന വാല്യൂ. ഇതാണ് ഡൈല്യൂഷൻ ഫാക്ടർ. സോ BOD നമുക്ക് അറ്റ് എ പർട്ടിക്കുലർ ഡേയ്സ് കഴിയുമ്പോഴുള്ള BOD എന്ന് പറയുന്നത് ഇനിഷ്യലി എത്ര BOD ഉണ്ടായിരുന്നു മൈനസ് ഫൈനലി എത്ര ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ട്, അതേ ഇൻറ്റു നമ്മുടെ ഡൈല്യൂഷൻ ഫാക്ടർ. ഇതാണ് BODയുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. PSC ലെവൽ എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് BOD കണ്ടെത്താനായിരിക്കും. ഇനി നമുക്ക് റേറ്റ് ഇപ്പോൾ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഇതിനിടയ്ക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഡിസോൾവ്ഡ് ഓക്സിജൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുക്കുന്നുണ്ട്. 1 ഡേയിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ എത്രയാണെന്ന് കണ്ടെത്തി, 3 ഡേയ്സിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ എത്രയാണെന്ന് കണ്ടെത്തി, അതുപോലെ 5 ഡേയ്സിൽ 10 ഡേയ്സിലൊക്കെ ഡിസോൾവ്ഡ് ഓക്സിജൻ എത്രയാണെന്ന് കണ്ടെത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇനിഷ്യലി ഉണ്ടായിരുന്ന ഡിസോൾവ്ഡ് ഓക്സിജൻ ജസ്റ്റ് 10 യൂണിറ്റ് ആണെന്ന് ഇമാജിൻ ചെയ്യും. 3 ദിവസം ആയപ്പോഴേക്കും അത് 5 ആയി. 5 ദിവസം ആയപ്പോഴേക്കും അതിൻ്റെ വാല്യൂ 0 ആയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 5 ഡേയിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മളുടെ DO ഫൈനൽ എന്ന് പറയുന്നത് 0 ആണ്. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇപ്പോൾ അവിടെ ഡിസോൾവ്ഡ് ഓക്സിജൻ ഇല്ല എന്നാണ് അർത്ഥമാക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് ഈ 0 എന്ന് പറഞ്ഞ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഫൈനൽ വാല്യൂ നമുക്ക് BOD കണ്ടെത്താൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ 0 എന്ന് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഓർഗാനിക് മാറ്ററിനെ ഒക്കെ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞ് ഓക്സിജൻ എല്ലാം കൺസ്യൂം ആയി കഴിഞ്ഞ് ഡിസോൾവ്ഡ് ഓക്സിജൻ 0 ആയി എന്നല്ല ഇത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്സിജൻ ഇതിനകത്ത് ഇല്ലായിരുന്നു. ഇൻ കേസ് 2 കേസും ആവാം. ഒന്നെങ്കിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ ഫുള്ള് ഡീകമ്പോസ് ചെയ്ത് ഫുള്ള് ഓക്സിജനെ യൂസ് ചെയ്ത് 0 ആയിരുന്നു. അല്ലെങ്കിൽ ഒരു കേസ് എങ്ങനെയാണ്, ഡിസോൾവ്ഡ് ഓക്സിജൻ ഡെഫിഷ്യൻ്റ് ആയിരുന്നു. അതിനകത്ത് ആവശ്യത്തിന് നമ്മുടെ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാനുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിന് ഫുൾ ഡിസോൾവ്ഡ് ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്യുന്നതിന് മുമ്പേ ഡിസോൾവ്ഡ് ഓക്സിജൻ 0 ആയി പോയെന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ 0 ആണ് ഫൈനൽ ഡിസോൾവ്ഡ് ഓക്സിജൻ കിട്ടുന്നതെങ്കിൽ ആ വാല്യൂ വെച്ചിട്ട് നമ്മൾ BOD വാല്യൂ കണ്ടുപിടിക്കാതിരിക്കുക. ഫൈനൽ ഡിസോൾവ്ഡ് ഓക്സിജൻ 0 ആണ് കിട്ടുന്നതെങ്കിൽ അത് വെച്ചിട്ട് BOD കണ്ടുപിടിക്കാതിരിക്കുക. ആൻസർ കനോട്ട് ബി ഫൈൻഡ് എന്നാണ് ക്വസ്റ്റ്യനിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഇത്. അപ്പോൾ നമുക്ക് 0 ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, ഒന്നും കൂടി ഡൈല്യൂട്ട് ചെയ്ത് കുറേ ഡേയ്സിൽ ഫർദർ 5 ഡേയ്സിന് ഫർദറായിട്ട് നമ്മൾ BOD ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ഇനി കുറച്ച് ഗേറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ
നോക്കാം ബി ഒ ഡിയെ സംബന്ധിച്ച്. അതായത് റേറ്റ് ഓഫ് ബി ഒ ഡി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡി ഓക്സിജനേഷൻ. ഒബ്വിയസ്ലി ബി ഒ ഡി കൺസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ കുറയാണ്. അതാണ് റേറ്റ് ഓഫ് ഡി ഓക്സിജനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. ഇതൊരു ലോഗറിതമിക് വേയിലായിരിക്കും ഇതിൻ്റെ ഗ്രാഫ് വരുന്നത്. എക്സ് ആക്സിസിൽ നമ്മൾ ടൈം കൊടുക്കും, വൈ ആക്സിസിൽ നമ്മൾ എൽ ടി അല്ലെങ്കിൽ എൽ ടി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓർഗാനിക് മാറ്റർ, എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ആണെന്ന് വിചാരിക്കാം. എൽ ടി എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ഡിസോൾഡ് ഓക്സിജൻ എന്നും വിചാരിക്കാം. കാരണം രണ്ടും ഒരേ രീതിയിലാണ് കുറഞ്ഞു വരുന്നത്. ഓർഗാനിക് മാറ്റർ കുറഞ്ഞു വരുന്നു, അതേപോലെ തന്നെ ഡിസോൾഡ് ഓക്സിജനും കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇനിഷ്യലി ടൈം ടി ആയിരുന്നപ്പോൾ 0 ടൈം ആയിരുന്നപ്പോൾ റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അവിടെ L0 എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ L0 എമൗണ്ട് ഓഫ് ഓക്സിജൻ ഉണ്ടായിരുന്നു. പക്ഷേ സമയം കൂടി വരുന്നതോറും ഒബ്വിയസ്ലി റിയാക്ഷൻ നടക്കുകയും ഓർഗാനിക് മാറ്ററിൻ്റെ എമൗണ്ട് ഇങ്ങനെ കുറഞ്ഞ് ഒരു ലോഗറിതമിക് വേയിൽ ഇത് കുറഞ്ഞ് വന്ന് ഇത് കോൺസ്റ്റൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം നമുക്ക് കൺസിഡർ ചെയ്യാം. ടി ടൈം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഓർഗാനിക് മാറ്ററിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് LT ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ എത്രത്തോളം ബി ഒ ഡി കൺസ്യൂം ചെയ്തു എന്നുള്ളത് ഈ ഒരു പർട്ടിക്കുലർ ഗ്രാഫിൽ നിന്ന് നമുക്ക് പറയും. ടി ടൈമിൽ എത്രത്തോളം ബി ഒ ഡി കൺസ്യൂം ചെയ്തു എന്നുള്ളത് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഇത്രയും എമൗണ്ട് ഓഫ് ബി ഒ ഡി ആണ് കൺസ്യൂം ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ബി ഒ ഡി കൺസ്യൂംഡ് ഈക്വൽ ടു L0 minus L0 മൈനസ് LT ആണ്. LT എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ടി ടൈമിലുള്ള ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ഡിസോൾഡ് ഓക്സിജൻ്റെ എമൗണ്ട് ആണ്. അപ്പോൾ ബി ഒ ഡി കൺസ്യൂം ചെയ്തത് L0 മൈനസ് LT. ബി ഒ ഡി എത്ര റിമൈനിങ് ആയിട്ടുണ്ട്? ഇത്രയുമാണ് ബി ഒ ഡി റിമൈനിങ്. ബി ഒ ഡി റിമൈനിങ് ഈക്വൽ ടു LT. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിൽ നിന്ന് ബി ഒ ഡിയുടെ ഈ ഗ്രാഫിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചതാണ്, അതൊന്നും ഞാൻ പറയുന്നില്ല. ബേസിക് ആയിട്ടുള്ള ബി ഒ ഡിയുടെ ഇക്വേഷൻ അങ്ങ് നേരിട്ട് പറയാം. ബി ഒ ഡി അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു L0, അതായത് ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു ഓർഗാനിക് മാറ്റർ, മൈനസ് E⁻⁻k ഇൻറ്റു ടി. ടി ഈസ് ദ ടൈം, കെ ഈസ് എ ഡീഓക്സിജനേഷൻ കോൺസ്റ്റൻറ്റ്. അല്ലെങ്കിൽ വേറെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഓർ ബി ഒ ഡി അറ്റ് ടൈം ടി ഈക്വൽ ടു L0 ഇൻറ്റു 1 മൈനസ് E അല്ല 1 മൈനസ് 10 മൈനസ് KD ഇൻറ്റു ടി. ഇത് രണ്ടുമാണ് ബി ഒ ഡിയുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. ഇത് കൂടുതൽ യൂസ് വരുന്നത് ഗേറ്റിനൊക്കെയാണ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളിത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ബേസ് E ആണെന്നുണ്ടെങ്കിൽ K ആയിരിക്കും ഡീഓക്സിജനേഷൻ കോൺസ്റ്റൻറ്റ്. ബേസ് 10 ആണെന്നുണ്ടെങ്കിൽ KD ആയിരിക്കും ഡീഓക്സിജനേഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതാണ് ബേസിക് ഇക്വേഷൻ. ഹിയർ K ആൻഡ് KD ആർ ദ ഡീഓക്സിജനേഷൻ കോൺസ്റ്റൻറ്റ് അറ്റ് ബേസ് E ആൻഡ് ബേസ് 10 റെസ്പെക്റ്റീവ്ലി. ഇത് സിഗ്നിഫൈ ചെയ്യുന്നത് റേറ്റ് ഓഫ് ബി ഒ ഡി കൺസംഷനാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മുനിസിപ്പൽ സീവേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ KDയുടെ വാല്യൂ ഇത് എംഫിറിക്കലി നമ്മൾ എക്സ്പെരിമെൻ്റലി ഇങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. ഗ്രാഫിക്കൽ മെത്തേഡ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഗ്രാഫിക്കൽ മെത്തേഡ് വഴിയൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ഇതിൻ്റെ വാല്യൂ ഒക്കെ. അപ്പോൾ മുനിസിപ്പൽ സീവേജ് ആണെന്നുണ്ടെങ്കിൽ KDയുടെ വാല്യൂ വന്നിട്ട് ഒരു 0.05 to 0.02 പെർ ഡേ ആയിരിക്കും. ഓക്കെ, പെർ ഡേയിലാണ് പറയുന്നത്, കാരണം ഇത് റേറ്റ് ഓഫ് ബി ഒ ഡി റിയാക്ഷനെയാണ് ഇതിന് സിഗ്നിഫൈ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ബി ഒ ഡിയുടെ
അപ്പോൾ നമുക്ക് BOD ഓക്കെ, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. BOD അൾട്ടിമേറ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. BOD അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഫൈനൽ BOD എന്ന് പറയും. ഫൈനൽ BOD കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഇൻഫിനിറ്റി റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇതൊരു ഇൻഫിനിറ്റ് ടൈമിൽ വരെ പാസ് ചെയ്താൽ മാത്രമേ നമ്മൾ ആ ഗ്രാഫ് എങ്ങും കൊണ്ടുവന്ന് സീറോയിൽ നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ ഗ്രാഫ് നോക്കിയാൽ അറിയാം. അപ്പോൾ ഇതൊരു ഇൻഫിനിറ്റ് ടൈം വരെ ഇത് പോകും എന്നുള്ളതാണ് അതിനർത്ഥം. അതായത് നമ്മുടെ ടൈം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആവുന്നത് വരെ. BODയുടെ ഇക്വേഷൻ നമുക്കറിയാം. L0 × 1 മൈനസ് 10 റേസ് ടു മൈനസ് KD × T ആണ്. അതിൽ നമ്മൾ L0 ടിയുടെ വാല്യൂ ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മൈനസ് 10 റേസ് ടു മൈനസ് KD × ഇൻഫിനിറ്റി ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം 10 റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ ഒരു ടേം 0 ആയിപ്പോയി. അങ്ങനെ BOD അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് എന്താണ്? L0 ആയിട്ട് കിട്ടും. അതായത് അൾട്ടിമേറ്റ്ലി ഫുൾ ഓർഗാനിക് മാറ്റർ കൺസ്യൂം ചെയ്ത് അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഫുൾ ഓക്സിജൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. അതാണ് BOD അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. ഇനി BOD 5 ഡേ BOD നമുക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നോക്കാം. BOD 5 ഡേയ്സ് കണ്ടെത്തണമെങ്കിൽ L0 × 1 മൈനസ് 10 റേസ് ടു മൈനസ് KD × 5 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ KDയുടെ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യുക. നോർമലി ഉള്ള വാല്യൂസ് അസ്യൂം ചെയ്യുക. നോർമൽ വാല്യൂസ് നമ്മൾ പറഞ്ഞു 0.05 തൊട്ട് 0.2 വരെയാണ്. അപ്പോൾ നമ്മൾ KDയുടെ വാല്യൂ 0.1 പെർ ഡേ ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് BODയുടെ അറ്റ് 5 ഡേ എന്ന് പറയുന്നത് കിട്ടുന്നത് 0.68 L0 ആണ്. സിമിലർലി BOD 10 ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ലാസ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ തിയറി പോലെ നമ്മൾ പറഞ്ഞതാണ്. BOD 10 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.9 BOD അൾട്ടിമേറ്റ് നമ്മൾ ഓൾറെഡി L0 എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 0.990 L0 എന്ന് കിട്ടും. അതുപോലെ സിമിലർലി ഇങ്ങനെയെല്ലാം ചെയ്ത് BOD 15 ആകുമ്പോൾ ഏകദേശം ഒരു 96% 15 ഡേയ്സിൽ കൺസ്യൂം ചെയ്തു. അതായത് BOD 15 ഈക്വൽ ടു 0.96 BOD അൾട്ടിമേറ്റ് അല്ലെങ്കിൽ L0 എന്ന് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് BOD. ഇപ്പോൾ നമ്മുടെ വേരിയേഷൻ ഒബ്വിയസ്ലി നമ്മൾ കണ്ടു. ഇനി BOD കൺസ്യൂംഡ് BOD റിമൈനിങ്ങും തമ്മിലുള്ള ഗ്രാഫ് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് കൺസ്യൂംഡ് ആണ്. ഓക്കെ, BOD കൺസ്യൂംഡിൻ്റെ ഗ്രാഫാണ്. അറ്റ് ടൈം അനുസരിച്ച് BOD കൺസ്യൂം ചെയ്യുന്നത് ഒബ്വിയസ്ലി നമ്മൾ നേരത്തെ ഈ ഒരു ഗ്രാഫ് ഒന്ന് നോക്കാം. നമ്മൾ ഇതിനകത്ത് കാണുന്നത് ഇനിഷ്യൽ ടൈമിലൊക്കെ BOD കൺസ്യൂംഡ് കുറവായിരുന്നു. പിന്നെ വന്ന് ടി ടൈമിൽ കൂടി വരുമ്പോഴേക്കും BOD കൺസ്യൂംഡിൻ്റെ വാല്യൂ കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ BOD കൺസ്യൂംഡ് റേറ്റ് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്താൽ BODയുടെ കൺസ്യൂംഡ് റേറ്റ് നമ്മളൊന്ന് പ്ലോട്ട് ചെയ്താൽ ഇറ്റ് വിൽ സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. ഇത് എന്താണ്? BOD കൺസ്യൂംഡ് ഇവിടെ വേഴ്സസ് ടൈമാണ്. ഇനി BOD റിമൈനിങ് വേഴ്സസ് ടൈം നോക്കാം. അപ്പോൾ റിമൈനിങ് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും. BOD റിമൈനിങ് എത്രയാണ്? കുറഞ്ഞു വരും. ഈ രണ്ട് ഗ്രാഫ് നമ്മൾ ക്ലോസ്ലി ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഇത് രണ്ടും എക്സാക്റ്റ് മിറർ ഇമേജസ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് BODയുടെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ വെച്ചിട്ട് BOD എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്ന് നോക്കാം. ഒബിയസ്ലി നമുക്കറിയാം ഏതൊരു റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിലും ടെമ്പറേച്ചർ കൂടുന്തോറും ഈ റിയാക്ഷൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ എക്സ് ആക്സിസിൽ നമ്മൾ T കൊടുക്കുന്നു, ഇവിടെ നമ്മുടെ BOD കൊടുക്കുന്നു. അപ്പോൾ രണ്ട് ടെമ്പറേച്ചറിൽ നമുക്ക് നോക്കാം. ഒന്ന് T1 ടെമ്പറേച്ചർ,
T1 ടെമ്പറേച്ചറിൽ ഗ്രാഫ് സംതിങ് വിൽ ബി ലൈക്ക് ദിസ്. ഇത് BOD കൺസ്യൂംഡിൻ്റെ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ദെൻ അനദർ ടെമ്പറേച്ചർ T2ൽ വരുമ്പോൾ BODയുടെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. അതായത് BOD കൺസ്യൂംഡ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ടൈമിൽ വന്നിട്ട് കൂടുതലായിരിക്കും ദാൻ ദാറ്റ് ഓഫ് ദ T1നെ കാണും. അതായത് T2 ഈസ് ഗ്രേറ്റർ ദാൻ T1 ആണ്. അപ്പോൾ നമുക്കിതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ടെമ്പറേച്ചർ കൂടുന്തോറും റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ കൂടും. അതായത് BOD കൺസ്യൂം ചെയ്തത് കൂടും. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു പോയിന്റ് നോട്ട് ചെയ്യാൻ മതി. ടൈം അനുസരിച്ച് ഉള്ള ഇതിൻ്റെ റേറ്റാണ്. ടൈം കൂടുന്തോറും റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ, ഒബ്വിയസ്ലി റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ നമ്മൾ ഗ്രാഫിൽ കണ്ടതാണ്, അത് കുറഞ്ഞ് വരും. ഓക്കെ, സോ ഇത്രയാണ് മെയിനായിട്ട് BODയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ. അപ്പോൾ നമ്മൾ ഇതുവരെ വരച്ച ഗ്രാഫൊക്കെ അതായത് BOD കൺസ്യൂംഡിൻ്റെ ഗ്രാഫ് സിംപ്ലി വന്നിട്ട് ഇങ്ങനെയൊരു ഗ്രാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതല്ല ഒറിജിനലി ഉള്ള BOD ഗ്രാഫ്. ഒറിജിനലി ഉള്ള BOD ഗ്രാഫാണ് ഈ ബ്ലൂയിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിനകത്ത് നമ്മൾ ആ ഒരു ഫസ്റ്റ് പോർഷൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഈ ഒരു ഫസ്റ്റ് പോർഷൻ മാത്രമേ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാറുള്ളൂ. ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്യാറില്ല. അതെങ്ങനെ വന്നു എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് BOD എന്ന് പറയും. നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേജ് BOD അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് BOD അല്ലെങ്കിൽ കാർബണീഷ്യസ് BOD ആണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് BOD അല്ലെങ്കിൽ കാർബണീഷ്യസ് BOD ആണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. കാരണം നമ്മളൊരു 5 ദിവസത്തെ BOD ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 5 ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്നത് കാർബണീഷ്യസ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററാണ്. നൈട്രോജീനിയസ് ഓർഗാനിക് മാറ്ററുകളിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് നൈട്രജൻ ടു ഓക്സിജൻ ഡബിൾ ബോണ്ട്സ് വളരെ കൂടുതലായിരിക്കും ആ ഒരു ഓർഗാനിക് മാറ്ററിൽ. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാന്നുള്ളത് നമ്മുടെ ബാക്ടീരിയാസിന് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് അതിന് കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ അത് നടത്തുന്നത് ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററാണ്. അപ്പോൾ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ അവിടെ സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള എന്താണ് വേണ്ടത്? കാർബൺ വേണം ഫോർ ദെയർ സർവൈവൽ. ഓട്ടോട്രോഫിക് ആണ്, അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള കാർബൺ ഡയോക്സൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ കാർബണീഷ്യസ് ഓർഗാനിക് മാറ്ററിനെ ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്ത് കിട്ടുന്ന കാർബണിൽ നിന്നാണ് അവർ കാർബൺ ഡയോക്സൈഡ് യൂസ് ചെയ്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ കാർബണീഷ്യസ് ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യുന്നത് മെയിനായിട്ടും ഹെട്രോട്രോപിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്. അതുകൊണ്ടാണ് ഇനിഷ്യൽ സ്റ്റേജിൽ അവിടെ കാർബണീഷ്യസ് ഓർഗാനിക് മാറ്ററിൻ്റെ ഡീകമ്പോസിഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അതായത് ഒരു 5 days വരെയൊക്കെ കാർബണീഷ്യസ് ഓർഗാനിക് മാറ്ററിൻ്റെ ഡീകമ്പോസിഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന BOD എന്ന് പറയുന്നത് കാർബണീഷ്യസ് ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്തിട്ടുള്ള BOD ആണ്. അതുകൊണ്ട് അതിനെ കാർബണീഷ്യസ് BOD എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് BOD എന്ന് പറയുന്നു. സെക്കൻഡ് സ്റ്റേജ് BOD എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് സെക്കൻഡ് സ്റ്റേജ് BOD എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡ് സ്റ്റേജ് BOD എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് BOD എന്ന് പറഞ്ഞാൽ അത് നൈട്രോജീനിയസ് ഓർഗാനിക് മാറ്ററിനെയും കൂടി ഡീകമ്പോസ് ചെയ്തിട്ടുള്ള BOD വാല്യൂ ആണ്. സോ ഇതാണ് റിയൽ ആയിട്ടുള്ള ഒറിജിനൽ BOD വേരിയേഷൻ്റെ ഗ്രാഫ്. സോ അപ്പോൾ BOD എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. ബാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനകത്ത് BODയുടെ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞ BOD ഇനിഷ്യൽ മൈനസ് BOD ഫൈനൽ ഇൻറ്റു ഡയലൂഷൻ ഫാക്ടർ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അവിടെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്